ഹായ്, ഇന്നിവിടെ നോക്കുന്ന ഇലക്ട്രോണിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായ ബ്രെഡ് ബോർഡിനെ കുറിച്ചാണ്. ഇത് ഉപയോഗിക്കുന്നത് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് മൂലം ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച കമ്പോണൻസ് നമുക്ക് റീയൂസ് ചെയ്യാനും കമ്പോണൻസ് ഡാമേജ് ഒഴിവാക്കാനും സാധിക്കും. ഒരു പക്ഷേ നമ്മൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡായിട്ടുള്ള PCBയിൽ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് ബോഡിയെ സോൾഡർ ചെയ്യേണ്ടതും പിന്നെ കമ്പോണൻസ് റീസോൾഡർ ചെയ്യുന്നത് മൂലം കമ്പോണൻസ് ഡാമേജ് സംഭവിച്ചു എന്നും വരാം. ഇതുമൂലം നമുക്ക് ഒരുപാട് സമയം നഷ്ടമാവും. ഒഴിവാക്കാൻ നമുക്ക് ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ ഈ കാണുന്ന ഹോൾ മുതൽ ഈ കാണുന്ന ഹോൾ വരെ ആണ് കണക്ഷൻ ഉണ്ടാകുന്നത്. നമുക്ക് ഇതിൽ ഒരു LED കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. അതിനായി നമുക്ക് ഒരു സിംഗിൾ സ്റ്റാൻഡ് വയർ എടുത്ത് LED പോസിറ്റീവിൽ നിന്നും സപ്ലൈയുടെ പോസിറ്റീവിലേക്കും ഒരു വയർ എടുത്ത് LED നെഗറ്റീവിൽ നിന്നും സപ്ലൈയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് LED തെളിയുന്നതായിട്ട് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ ഈ ഹോൾ മുതൽ ഈ ഹോൾ വരെയാണ്. ഇതിന് അപ്പുറത്തെ ഹോൾ ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. തൊട്ടിപ്പുറത്ത് തന്നെ ചാനൽ വെച്ച് കഴിയുമ്പോഴേക്കും ഞാനിതിൽ കണക്ഷൻ വരുന്ന ഭാഗം വരച്ച് കാണിക്കാം. ഇതിൽ കാണുന്ന അടുത്തടുത്ത ഹോൾസിനെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളായി തിരിക്കാം. അതേപോലെ 1, 2, 3, 4, 5 അതിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കും ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാവുക. അതേപോലെ താഴെയും ഇവിടം തൊട്ട് ഇവിടം വരെയായിരിക്കും കണക്ഷൻ ഉണ്ടാകുന്നത്. ഇതിലും അതേപോലെ ഇവിടം തൊട്ട് ഇവിടം വരെയും താഴത്തേലും സെയിം തന്നെ. ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയും ഈ താഴത്തേലും ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയും ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ നെഗറ്റീവ് സപ്ലൈയുടെ ഹോൾസും ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഇപ്പുറത്തേക്ക് മാറ്റി കണക്ട് ചെയ്യുമ്പോഴേക്കും LED തെളിയാത്തതായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. ഇനി ഇപ്പുറത്തേക്ക് ഉള്ള ഹോളിലേക്ക് ഇതിലേക്ക് നെഗറ്റീവ് സപ്ലൈ വരാത്തത് മൂലം ഈ LED തെളിയത്തില്ല. ഇതിൽ ഈ സൈഡും നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ പവേഴ്സ് ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കുന്നതിനായിട്ടാണ്. ഇനി നമുക്ക് LEDയുടെ നെഗറ്റീവ് വയർ പഴയതുപോലെ തിരിച്ച് കണക്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും അതേപോലെയല്ല. കണക്ഷൻസ് ഇങ്ങനെയല്ല പോകുന്നത്, ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ടാണ് പോകുന്നത്. ഈ ഹോളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതില്ല. ഇവിടെ ഈ കണക്ഷൻ ഈ ഹോളുമായിട്ടുള്ളതായിരിക്കും, ഹൊറിസോണ്ടൽ മാത്രമായിരിക്കും കണക്ഷൻസ് ഉണ്ടാകുന്നത്. ഇന്നറിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോളവുമായിട്ട് ഹൊറിസോണ്ടലി ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സമയം നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരുന്ന ഈ വയർ എടുത്ത് ഇവിടെ കണക്ട് ചെയ്താൽ വർക്കാവില്ല. ഇവിടെ കൊടുക്കുമ്പോൾ വർക്കാവും. ഇവിടെ അതിന് നേരെ ഹൊറിസോണ്ടലായിട്ട് ഇവിടെ കൊടുത്തതിനാലും വർക്കാവുകയില്ല. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഇൻ കേസ് ഈ ഒരു ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ ആയിരിക്കും. ഈ രണ്ട് ഹോളുകളുമായിട്ട് ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഹോളും വരെയായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഇത് കണക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻ കേസ് നമുക്ക് ഇതിൽ തികയാത്ത കമ്പോണൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ഇതിൽ കൊള്ളില്ല, ഇതിനും മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്രെഡ് ബോർഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. നമുക്കിതിൽ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കിയാൽ മതിയാവും. ഇത്രയാണ് ബ്രെഡ് ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.